നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരാണെങ്കിലും നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിലും ഫൈനാൻഷ്യലി ഒരു പടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട ആദ്യത്തെ കാര്യം നമുക്ക് എവിടുന്ന് ലിക്വിഡിറ്റി, അതായത് പൈസ നമ്മുടെ ആവശ്യത്തിന് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അതൊരു കാർ വാങ്ങുന്നതാണെങ്കിൽ, ബൈക്ക് വാങ്ങുന്നതാണെങ്കിൽ മുതൽ ഒരു വീട് എന്ന സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിലും നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ചിന്തിക്കും, ഒരേ ലോണ് ഒരേ എമൗണ്ടിന് രണ്ട് പേർക്ക് രണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ബേസിക്സ് ഓഫ് ഫൈനാൻസ് എന്നൊരു വിഷയമാണ്. നമ്മുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ പഠിക്കുന്ന കോളേജുകളിലോ ഇത് പറഞ്ഞു തരാത്തത് കൊണ്ട് നല്ല രീതിയിൽ പഠിച്ചിറങ്ങി നല്ല ശമ്പളത്തോടു കൂടെ ജോലി ചെയ്യുന്നവർക്ക് പോലും ചില സമയത്ത് ലോൺ കിട്ടുന്നില്ല. അത് അവർ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടാണ്. ബട്ട് അത് പ്രിപ്പയർ ചെയ്യണമെന്ന് ഇന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു വിഷയത്തിൽ എന്തൊക്കെ ചിന്ത വരാം, എന്തൊക്കെ ചോദ്യങ്ങൾ വരാം? ഒരു ജോലിക്ക് ആദ്യം കയറുന്ന ഒരു വ്യക്തി ആദ്യം ആലോചിക്കുന്ന ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങാം എന്നുള്ളതാണ്. അത് കഴിഞ്ഞേ മറ്റുള്ള കാര്യത്തിലേക്ക് കടക്കുന്നുള്ളൂ. അതായത് വീടോ മറ്റ് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ താല്പര്യം കാണിക്കത്തുള്ളൂ. അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു ലോണ് വേണമെന്ന് പറഞ്ഞ് ബാങ്കിനെ സമീപിച്ചാൽ ഏത് ബാങ്കിനെ നമ്മൾ സമീപിച്ചോ അവർ പറയും ലോൺ തരാമെന്ന് പറയും. പക്ഷെങ്കിൽ ഫസ്റ്റ് പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ അവർ ഈ ക്രെഡിറ്റ് സ്കോറിൻ്റെ വിഷയത്തിലാണ് തുടങ്ങുന്നത്. അവർ പറയും കാർഡ് കാണിത് നോക്കട്ടെ എന്ന് പറയും. അതിനുശേഷം പറയും ഈ ക്രെഡിറ്റ് സ്കോറാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ പലപ്പോഴും അതുകൊണ്ട് പലർക്കും ലോൺ കിട്ടാതെ പോകുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് ഈ ക്രെഡിറ്റ് സ്കോറിനെ പറ്റി കൂടുതൽ ആൾക്കാർക്കും അറിയില്ല എന്താണ്. അത് ആക്ച്വലി നമ്മുടെ നാട്ടില് സിബിൽ സ്കോർ എന്ന അവരെ ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു സാധനമാണ് ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ. അത് എല്ലാ രാജ്യത്തും ഉള്ളൊരു സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നീ ഒരു 5 ലക്ഷം രൂപ കടമെടുത്തു, ഇത് തിരിച്ചടയ്ക്കുന്ന വ്യക്തിയാണോ? അതായത് ബാങ്കിനെ സംബന്ധിച്ച് അത് നിങ്ങളുടെ സ്കോർ കാർഡാണ്. കടം വാങ്ങിച്ചാൽ തിരിച്ചടച്ച് ശീലമുള്ള വ്യക്തിയാണോ? അവരൊരു റിസ്ക് ആണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ പോയിന്റ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ഒരു 600, 700 അത്രേ ഉള്ളൂ. അതിൽ താഴെയാണെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇന്ന് വരെ ലോൺ എടുത്തിട്ടില്ല എങ്കിൽ അത് സീറോയാണ്. അത് നെഗറ്റീവും അല്ല പോസിറ്റീവും അല്ല. ബട്ട് പലരും മടിക്കും. നല്ല ബൂമിങ് എക്കോണമി നിൽക്കുമ്പോൾ ഭയങ്കര ശമ്പളം, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉള്ള സമയത്ത് ആ റിസ്ക് ബാങ്കുകൾ എടുക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ജോലി പൊക്കോണ്ടിരിക്കുകയാണ്, വളരെ കൊലാപ്സിങ് എക്കോണമിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഹൈ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ അവർ നോക്കുകയുള്ളൂ. ഇനി ഇതേ ക്രെഡിറ്റ് സ്കോർ ബേസ് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഒരേ ലോണ് ഒരേ വണ്ടി നിങ്ങൾ രണ്ട് സുഹൃത്തുക്കൾ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ എടുക്കുക എന്ന് വിചാരിച്ചു, ഒരേ എമൗണ്ടിൽ ഒരാൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഒരു 800+ മറ്റേ ആൾക്ക് അത് ഇല്ല എങ്കിൽ അവന് ചിലപ്പോൾ 6% കൊടുക്കുന്നത് നിങ്ങൾക്ക് 12% തരുന്നത്. ഈ ക്രെഡിറ്റ് സ്കോർ കൂട്ടാനുള്ള മാർഗം എന്തോ? അതായത് നമ്മൾ എടുക്കുന്ന ലോണുകൾ കറക്റ്റായി തിരിച്ചടയ്ക്കുന്നതിന്റെ ഹിസ്റ്ററി എന്നാണല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ ലോണുകൾ എടുക്കുക, അത് തിരിച്ചടയ്ക്കുക. പക്ഷെ അത് വെറുതെ അനാവശ്യ കാര്യങ്ങൾക്ക് എടുക്കാതെ നമുക്കിപ്പോൾ ആവശ്യം ഉള്ളൊരു കാര്യമാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരുമാതിരി എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ആവശ്യം, ഇപ്പോൾ ചൂടുകാലമാണ്, എല്ലായിടത്തും AC ഓഫറാണ്. AC ആണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങുന്നതെന്ന് വെക്കുക. ക്രെഡിറ്റ് കാർഡിൽ എടുത്തു, 45 ദിവസത്തിന് മുമ്പ് തിരിച്ചടച്ചു, നല്ല കുട്ടി എന്ന ഇതിൽ വരാതെ അതൊരു 3 മാസത്തേക്കെങ്കിലും EMI ആക്കുക. നിങ്ങളുടെ പൈസ ഉണ്ട്, ഫൈൻ, ബട്ട് സ്റ്റിൽ അതൊരു 3 മാസത്തേക്ക് EMI ആക്കുക. 3 മാസം കൊണ്ട് അത് കറക്റ്റായിട്ട് അടച്ചു തീർക്കുക. അപ്പോൾ നിങ്ങൾ കടം വാങ്ങിച്ചു, അത് കറക്റ്റായിട്ട് അടച്ചു തീർത്തു. പലരും ചെയ്യുന്നത് ലോൺ എടുത്തിട്ട് അത് എത്രയും പെട്ടെന്ന് അടച്ച് തീർക്കാനാണ് നോക്കുന്നത്. അത് പലർക്കും ഉള്ള ഒരു അനുഭവമാണ്. അല്ല, അതിൽ ക്രെഡിറ്റ് സ്കോറിൽ വലിയ വ്യത്യാസം വരുന്നില്ല. ക്രെഡിറ്റ് സ്കോർ പോസിറ്റീവാണ്, എടുത്തു അടച്ചു. പക്ഷേ ഇൻട്രസ്റ്റ് നഷ്ടമാണ്. അതായത് ഇപ്പോൾ 15 വർഷത്തേക്കൊക്കെ ഹൗസിംഗ് ലോൺ എടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കൂടി എനിക്കറിയാവുന്ന ഒരുപാട് പേര് 15-20 വർഷത്തേക്ക് ഹൗസിംഗ് ലോൺ എടുത്തിട്ട് 8-10 വർഷം കൊണ്ട് ഫുൾ അടച്ച് തീർക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങളുടെ അടവിൻ്റെ ഓരോ മാസവും അടക്കുന്ന EMIയുടെ ഒരു ലയൺ ഷെയർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ഭാഗം ഇൻട്രസ്റ്റിലോട്ടാണ് പോകുന്നത്. റൈറ്റ്? അപ്പോൾ ചിന്തിക്കുക, ഇപ്പോൾ ഓട്ടോ ലോൺ, ഇപ്പോൾ HDFC പോലൊരു ബാങ്ക് 2 വർഷം പ്രീ ക്ലോഷർ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ 2 വർഷം നിങ്ങളെ കൊണ്ട് 5 വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഒരു 4 വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് അവർ അടപ്പിച്ചു. 2ാം വർഷം കഴിഞ്ഞ ഉടനെ നിങ്ങൾ അടച്ച് തീർക്കുകയെന്ന് തന്നെ വെച്ചു. 4 വർഷത്തേക്കുള്ള ആ തുകയുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ അവർക്ക് കൊടുത്തു. ബാക്കി ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പളാണ് നിങ്ങൾ അടയ്ക്കുന്നത്. എന്തിനാ ചെയ്യുന്നത്?
ആ എക്സ്ട്രാ വരുന്ന എമൗണ്ട് ഗോൾഡോ ബാങ്കോ എങ്ങനെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അഡീഷണൽ റവന്യൂ അല്ലേ വരുന്നത്. അതായത് സാധാരണ ഒരാൾ മിക്കവാറും കുറച്ച് ആൾക്കാർ ലോൺ എടുക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. ഒരാൾക്ക് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ലോണിൻ്റെ ആവശ്യം വരുന്നത്. അപ്പം സാധാരണ കടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ പോകുന്ന ഒരാൾക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതായത് അവർക്ക് എപ്പോഴെങ്കിലും കുറച്ച് പൈസയുടെ ആവശ്യം വരുമോ, എന്തെങ്കിലും ലോൺ എടുക്കേണ്ടോ വരുമ്പം ഈ ക്രെഡിറ്റ് സ്കോർ ഒരു ബാധ്യതയാകാതിരിക്കാൻ വേണ്ടി ശരിയായ രീതിയിൽ അത് സ്കോർ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആദ്യത്തെ വരുമാനം കിട്ടുന്ന സമയം മുതൽ തന്നെ ചെറിയ ചെറിയ EMIs ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളാണ് വീട്ടിലെ പച്ചക്കറി സാധനങ്ങൾ വാങ്ങുന്നതെന്ന് കൂട്ടുക, ഒരു നല്ല സൂപ്പർ മാർക്കറ്റിൽ പോയാണ് വാങ്ങുന്നതെന്ന് കൂട്ടുക. ഇതിൽ അനാവശ്യ ചിലവൊന്നുമില്ല. ഒരു 5000 രൂപ 6000 രൂപയ്ക്ക് വീട്ടിലെ സാധനം വാങ്ങിച്ച വ്യക്തിയാണെങ്കിൽ അതൊരു 3 മാസത്തേക്ക് അടിക്കുക. ഓബിയസ്ലി അതെന്തായാലും വാങ്ങുന്നതാണ്, അനാവശ്യമൊന്നുമില്ല. 2000 വെച്ച് നിങ്ങൾ 3 മാസം അടച്ചു, അതങ്ങ് തീർത്തു. ചെറിയ ഇൻട്രസ്റ്റേ ഉള്ളൂ, അത് അടച്ച് തീർത്തു. അപ്പൊ അനാവശ്യമായിട്ടൊന്നും ചെയ്തുമില്ല. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ സ്ലോലി ബിൽഡപ്പ് ആയി തുടങ്ങും. 1-2 വർഷം കൊണ്ട് തന്നെ ഒരു 800+ കയറിപ്പോയി. പ്രശ്നം ആദ്യം തന്നെ ആളുകൾ പോകുന്ന ഒരു ബൈക്കിനോ കാറിനോ ആകുമ്പോൾ പ്രശ്നം ആ ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യുകയാണ്. ബട്ട് 0 ക്രെഡിറ്റ് സ്കോറിൽ നിന്നത് എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് അവർ നിങ്ങളെ ഹൈ ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പ് ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്തിട്ട് ഇതിന് പോവുകയാണെങ്കിൽ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് 3 വർഷം 5 വർഷം 7 വർഷമൊക്കെയാണ് ഓട്ടോ ലോൺ. അപ്പൊ അത് കുറയും. ഈ ലോൺ എടുക്കുമ്പോഴേ ഈ വേരിയബിളും ഫ്ലാറ്റും തമ്മിൽ ഒരു ഇത് കേൾക്കുന്നുണ്ടല്ലോ, അത് എങ്ങനെയാ അതിന്റെ കാര്യങ്ങളൊന്ന് പറയാമോ? ഇപ്പോൾ ലോൺ എടുക്കുന്നത് പല മാർക്കറ്റ് കണ്ടീഷനുണ്ട്. റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമുണ്ട്, റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമുണ്ട്, റേറ്റ് ഫ്ലാറ്റ് ആയിരിക്കുന്ന സമയമുണ്ട്. ഇവിടെയാണ് ആൾക്കാർക്ക് കൺഫ്യൂഷൻ. ഫ്ലാറ്റ് ആയിരിക്കുമ്പോൾ അത് മുകളിൽ പോയി ഫ്ലാറ്റ് ആകുന്ന സമയമുണ്ട്, താഴെ വന്ന് ഫ്ലാറ്റ് ആയിട്ട്, അതായത് പിന്നീട് വ്യതിയാനമില്ല, കൂടിക്കൊണ്ടിരിക്കുന്നു പിന്നെ കൂട്ടുന്നില്ല പക്ഷെ അതേപോലെ നിർത്തിയേക്കുക, അല്ലെ കുറച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കുറയ്ക്കുന്നില്ല അവിടെ നിർത്തിയേക്കുക. ഇതിലാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് റെഗുലർ ആയിട്ടുള്ള സാധാരണക്കാരൻ എപ്പോഴും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനു മുമ്പ് ലോൺ എടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും മുകളിലുള്ളപ്പോൾ ബാങ്കുകാരൻ പറയുക, സർ ഇനിയും മേളിൽ പോയാൽ കൂടും, വേരിയബിൾ ഒന്നും എടുക്കരുത്. ഹിസ്റ്റോറിക്കൽ ഹൈസിൽ വന്നതിന് ശേഷം അത് താഴെ പോകുള്ളൂ. അപ്പോൾ അവിടെ വേരിയബിളിന് പകരം നിങ്ങളെ കൊണ്ട് ഫിക്സ്ഡ് എടുപ്പിക്കുമ്പോൾ അതിനും മുകളിൽ ഒരു പ്രീമിയം എടുത്താണ് നിങ്ങൾ കൊടുക്കുന്നത്. അതേപോലെ ഓപ്പോസിറ്റ് താഴെ വന്ന് നിൽക്കുമ്പോൾ അവർ പറയും, സർ ഇനിയും കുറയാൻ സാധ്യതയുണ്ട്, ഫ്ലാറ്റ് എടുക്കണ്ട, വേരിയബിൾ എടുത്താൽ മതി, അടവ് കുറയും. താഴെ വന്നിരിക്കുമ്പോൾ അത് 20 വർഷത്തേക്ക് ഫിക്സ്ഡ് ആക്കാൻ പറ്റുമോ, ഫ്ലാറ്റ് അടിക്കാൻ പറ്റുമോ, എടുക്കുക. കാരണം അന്ന് 2% ഉള്ളെങ്കിൽ നിങ്ങൾ 3 കൊടുത്താലും പ്രശ്നമില്ല, ആ 3 അടുത്ത് 20 വർഷത്തേക്കാണ്. ഇതിനിടയിൽ ഇത് 8-10 ആയിട്ട് പിന്നെയും പോകും. മേളിൽ നിൽക്കുന്ന സമയത്ത് വേരിയബിൾ എടുത്തില്ല എങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് ഭൂമിയിൽ നിൽക്കുമ്പോഴും നിങ്ങൾ ആ റേറ്റ് തന്നെ അടയ്ക്കണം. ഈ ലോൺ എടുക്കാൻ ചെല്ലുന്നവർക്ക് ഈ വേരിയബിളും ഫ്ലാറ്റും ഒക്കെ അറിയാൻ പറ്റുമോ? അത് ബാങ്കുകാരത് പറഞ്ഞു കൊടുക്കൂ? അറിയാൻ വയ്യാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കൂ? ഇല്ല, അതാണ് അവരുടെ ജോലി അതല്ല. ആ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ആ പ്രോഡക്റ്റ് വിൽക്കുക, ബാങ്കിന് ഏറ്റവും കൂടുതൽ കമ്മീഷൻ ലഭിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മൊബൈൽ വാങ്ങാൻ പോകുമ്പോൾ ആ കടയിൽ ചെന്നിട്ട് എനിക്ക് ഇന്നത് വേണമെന്ന് പറയുന്നത് നമ്മളത് മുഴുവൻ തപ്പി ഇന്ന ക്യാമറയാണെന്നും ഇന്ന മെമ്മറിയാണെന്നും ഇന്ന ഗ്രാഫിക്സ് ആണെന്നും ഒക്കെ നോക്കിയിട്ടാണ്. അതേപോലെ ഒരു ലോൺ എടുക്കാൻ പോകുമ്പോഴും അതിന്റെ ബാക്കപ്പ് എന്തൊക്കെയാണ് തിരശീലയ്ക്ക് പുറകിലെന്ന് അറിയേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. പക്ഷെ പലപ്പോഴും പലർക്കും അതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല. ഒന്നാമത്തെ കാര്യം, അവിടെ ചെല്ലുമ്പോൾ അവർ പറയും ഇപ്പോൾ ഫ്ലാറ്റ് ആണ് നല്ലത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ വ്യക്തമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് കടന്നു പോകുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളല്ലേ ഇങ്ങനെ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണോ, അത് ലോ ആണോ, അത് കഴിഞ്ഞ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എത്ര നാളത്തേക്ക് അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനിയും കുറയാൻ സാധ്യതയുണ്ടോ, ഏത് സ്റ്റേജിൽ നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റും? അതിന് നമുക്ക് ഹിസ്റ്ററി നോക്കണം. മനുഷ്യന്മാരുടെ ഹിസ്റ്ററി പൈസയുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരുപോലെ. കാരണം ഒരു ഇമോഷനാണ് ഫിയർ അല്ലെ ഗ്രീഡ്, ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൽ വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുമ്പോൾ റേറ്റ് ഇപ്പോൾ കൂടി തുടങ്ങുമ്പോൾ നമുക്കറിയാം ഇത് കൂടിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് ബാങ്കിൽ ഇടാം, കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. ഒരിടത്ത് വന്നിട്ട് ഇത് കൂടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മുടെ റീസെൻറ്റ് ഹിസ്റ്ററിയിൽ നമുക്ക് തന്നെ അറിയാം, ഏതാണ്ട് 8-8.5% വരെ വന്നു, അവിടെ തന്നെ പോസ് ചെയ്ത് വെച്ചിരുന്നു, കൂടിയില്ല പിന്നീട്. അപ്പൊ ഇനി കൂടില്ല എന്നുള്ളത് ഏതാണ്ട് ഷുവറാണ്. എന്ന് വെച്ചാൽ RBI അല്ല ഏതൊരു സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ചും ആ റേറ്റ് അവർ കൂട്ടുമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നത് ബേസിക്സ് ആണ്. സെൻട്രൽ ബാങ്കിന് 2 മാൻഡേറ്റ് ആണ്. ഇൻഫ്ലേഷൻ ഒരു ബേസ് ലൈനിൽ നിർത്തുക. ഇന്ത്യയിൽ ഇപ്പൊ 4% ബേസ് ലൈനായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. 2, എക്കോണമി ഗ്രോ ചെയ്യണം.
ബൂസ്റ്റ് ചെയ്യണം. ഇൻഫ്ലേഷൻ കൂടിപ്പോയാൽ ഫസ്റ്റ് മാൻഡേറ്റ് ഇസ് ഇൻഫ്ലേഷൻ. അപ്പൊ എക്കോണമി തകർത്താണെങ്കിലും ഇൻഫ്ലേഷൻ കുറയ്ക്കണം. അതാണ് റേറ്റ് കൂട്ടുന്നത്. കോസ്റ്റ് ഓഫ് ബോറോയിങ് മണി കൂട്ടിക്കഴിഞ്ഞാൽ എക്കോണമിയിലേക്ക് സാധനം വാങ്ങാൻ ഇറങ്ങുന്ന പൈസ കുറയും. അപ്പൊ ഡിമാൻഡ് കുറയും, വില കുറയും, സാധനങ്ങളുടെ വില കുറയും. ഇപ്പോൾ തന്നെ ചില ബാങ്കുകൾ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ തുടങ്ങി എന്ന് കാണുന്നുണ്ട് മാർക്കറ്റിൽ. അതിപ്പോ ഇസാഫ് ആണെങ്കിൽ, യെസ് ബാങ്ക് ആണെങ്കിൽ, Axis Bank, HDFC കാരണം ഇത് റീപ്പോ റേറ്റ് എന്ന് പറഞ്ഞ് ബാങ്കുകൾക്ക് സെൻട്രൽ ബാങ്ക് കൊടുക്കുന്ന റേറ്റ് ആണ് റീപ്പോ റേറ്റ്. അത് ഓൾറെഡി കുറച്ചു, 0.25% കുറച്ചിട്ടുണ്ട്. ഇനി ഈ വരുന്ന അപ്പം ഓൾട്ടർനേറ്റീവ് മന്ത്സിലാണ് നമുക്ക് RBIയുടെ ഡിസിഷൻ. അതിനിടയിൽ CPI എന്ന് പറഞ്ഞിട്ട് ഇൻഫ്ലേഷൻ വരും. മാർച്ച് 12 CPI വന്നപ്പോൾ ഇൻഫ്ലേഷൻ കുറഞ്ഞു. ഇൻഫ്ലേഷൻ കുറയുകയാണെങ്കിൽ റേറ്റ് കുറയ്ക്കാം. ഈ കണ്ട വീഡിയോയിൽ ഇത്രയും സമയം നിങ്ങൾ ചെലവഴിച്ചപ്പോൾ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ളവർക്ക് ഷെയർ ചെയ്യുക. കാരണം വരാൻ പോകുന്ന ഈ മാർക്കറ്റ് എൻവയൺമെന്റ് വളരെ കഠിനമാണ്. അതിൽ കരകയറി വരണമെങ്കിൽ, വിജയിച്ച് നിൽക്കണമെങ്കിൽ, നമുക്ക് വേണ്ടവരും പ്രിയപ്പെട്ടവരും അതിൽ കൂടെ കരകയറി വരണമെങ്കിൽ ഈ അറിവുകൾ അത്യാവശ്യമാണ്. ബാക്കിയുള്ള ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ കോമന്റ് സെക്ഷനിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറയുന്നതാണ്.